ഈ ഒരു തേഞ്ഞ കാല് അല്ലെങ്കിൽ ബെൻഡായ കാലിനെ എന്ത് പ്രൊസീജിയർ വഴിയാണ് സർ ഇത് നേരെയാക്കുന്നത്? ഹൗ ഡു യു കറക്റ്റ് ദീസ് ഡിഫോർമിറ്റീസ്? ആഹ് ഇതൊരു ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണിത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ. അല്ലാതെ നമ്മളിപ്പോൾ ഒരു സ്പെസിഫിക് ഇൻസ്ട്രുമെന്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ലിസറോ പ്രിൻസിപ്പിൾസ് എന്നാണ് പറയുക. ലിസറോ ഒരു റഷ്യൻ സർജൻ ആയിരുന്നു. ഓക്കെ. അദ്ദേഹത്തിന്റെ വർക്കുകളാണ് പ്രോബബ്ലി ഒരു റവല്യൂഷനൈസ് ചെയ്തത് ഈ ഒരു പെർട്ടിക്കുലർ ഫീൽഡിനെ. അപ്പോൾ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മളിത് ഇതിൽ കുറച്ച് മാത്തമാറ്റിക്സും കൂടി ഉണ്ട്. ഓക്കെ. മാത്സ് വീക്ക് ആയതുകൊണ്ടാണ് നമ്മളിൽ പലരും മെഡിക്കൽ പ്രൊഫഷനിൽ എത്തിപ്പെട്ടത്. പക്ഷേ ഞാനിപ്പോൾ സത്യം പറഞ്ഞ ഏറ്റവും അധികം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം മാത്സ് തന്നെയാണ്. അറിയാം. അപ്പോൾ ഇതിൽ നമ്മൾ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യും. ബെൻഡ് ഉണ്ടെങ്കിൽ എത്ര ബെൻഡ് ഉണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. ആ ബെൻഡ് കറക്റ്റ്ലി എവിടെയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മളൊരു ലേമനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു കാല് ഇപ്പം നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ പള്ളക്കാൽ എന്ന് പറയുന്ന കാല് വളഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അത് ഇടുപ്പ് മുതൽ കാലിന്റെ പാദം വരെ വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പോയിന്റിലായിരിക്കും ഈ ബേസിക്കലി ആ വളവ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കലാണ് ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫുൾ എക്സ്റേ എടുത്ത് നോക്കി അതിൽ ഇന്ന ലൊക്കേഷനിലാണ് നമ്മൾ ആ കറക്റ്റ് ബെൻഡ് ഉള്ളതെന്ന് കണ്ടുപിടിക്കുകയും അത് ആ ഒരു പോയിന്റിൽ വെച്ച് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും അത് നമുക്ക് പ്ലേറ്റുകൾ വെച്ച് കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഉള്ളിലിടുന്ന റോഡ് എന്ന് പറയുന്ന നെയിൽ വെച്ച് കറക്റ്റ് ചെയ്യാം. ഇതൊക്കെ പോസിബിലിറ്റീസ് ആണ്. പക്ഷേ എക്സ്ട്രീം ഡിഫോമിറ്റികളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എക്സ്ട്രീം ബെൻഡുകൾ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന ലിസറോ ടെക്നോളജി എന്ന് പറയുന്ന സാധനം മാത്രമേ പറ്റുള്ളൂ. അതായത് റിങ്ങുകൾ വെച്ചിട്ട് ബോൺ കട്ട് ചെയ്ത് അതിനെ ഗ്രാജുവലി പതുക്കെ 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 സ്ട്രൈറ്റൻ ഔട്ട് ചെയ്ത് കൊണ്ടുവരുന്ന പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഒരു ഭയം എന്ന് വെച്ചാൽ അത്രയും നാൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുമോ എന്നുള്ളതൊക്കെയാണ്. അതല്ല, നമ്മളാകെ ആ റിങ് ഫിക്സ് ചെയ്യാൻ മാത്രമേ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ. റെസ്റ്റ് എവറിത്തിങ് പേഷ്യൻ്റ് തന്നെ സ്വയം വീട്ടിൽ ചെയ്തിട്ടാണ് ശരിയാക്കുന്നത്.